ഹായ് ഫ്രണ്ട്സ്, ഇപ്പോൾ നമ്മുടെ അപ്ലിക്കേഷൻ്റെ ഡേറ്റുമായി ബന്ധപ്പെട്ടുള്ള ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വിവരങ്ങൾ നമ്മൾ അപ്ഡേറ്റ് ചെയ്തതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ പരിശോധിക്കുന്നത് അപ്ലിക്കേഷൻ എങ്ങനെ കൃത്യമായിട്ട് അയക്കാം, എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം, ഇൻഫർമേഷൻ ബുള്ളറ്റിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്, JRFന്റെ ഏജ് ലിമിറ്റ് എത്രയാണ്, അപേക്ഷ അയക്കുന്ന സമയത്ത് എന്തെങ്കിലും കാര്യങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടതുണ്ടോ, അതായത് എന്തെങ്കിലും സർട്ടിഫിക്കറ്റുകൾ അപ്ലോഡ് ചെയ്യേണ്ടതുണ്ടോ, അത്തരം കാര്യങ്ങൾ വളരെ വിശദമായിട്ട് തന്നെ നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നുണ്ട്. വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. മുഴുവനായിട്ട് കണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ അപേക്ഷ അയക്കുക. അപേക്ഷയുമായി ബന്ധപ്പെട്ട് മാസങ്ങളായിട്ട് നിങ്ങൾ ചോദിച്ചു വരുന്ന നിങ്ങളുടെ സംശയങ്ങൾക്ക് എല്ലാ കാര്യങ്ങൾക്കും ഈ ഒരു വീഡിയോയിൽ ഉത്തരമുണ്ട്. വീഡിയോ മുഴുവനായിട്ട് കണ്ട് തെറ്റ് വരുത്താതെ അപേക്ഷ അയക്കുക. എല്ലാ കാര്യങ്ങളും വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയുടെ വിഷയത്തിലേക്ക് വരാം. ഇൻഫർമേഷൻ ബുള്ളറ്റിൻ വന്നിട്ടുണ്ട്, അതുമായി ബന്ധപ്പെട്ട നിങ്ങൾ അറിയേണ്ട കുറച്ച് കാര്യം. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സെപ്റ്റംബർ 30 മുതൽ ഒക്ടോബർ 28 വരെ അപ്ലിക്കേഷൻ ഡേറ്റ്. ഫീ അടക്കാനുള്ള അവസാന തീയതി ഒക്ടോബർ 29 അപ്ലിക്കേഷൻ ഫീ എന്ന് പറയുന്ന 1150, OBC EWS 600 രൂപ, SC/ST PWD തേർഡ് ജെൻഡർ 325 രൂപ. അപ്ലിക്കേഷൻ കറക്ഷൻ ചെയ്യാനുള്ള ഡേറ്റ് എന്ന് പറയുന്നത് ഒക്ടോബർ 30, 31 തീയതികളിലാണ്. നേരത്തെ വന്നിരിക്കുന്ന പബ്ലിക് നോട്ടീസിൽ സിറ്റി ഇൻറ്റിമേഷൻ നമുക്ക് ഡേറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്നാൽ ഇതിൽ പിന്നീട് അറിയിക്കുമെന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അഡ്മിറ്റ് കാർഡിന്റെ വിവരങ്ങളും പിന്നീട് അറിയിക്കുമെന്നുള്ളതാണ് ഇൻഫർമേഷൻ ബുള്ളറ്റിൽ പറഞ്ഞിരിക്കുന്നത്. എക്സാമിനേഷൻ ഡേറ്റ് 6 മുതൽ 22 വരെയാണ്, അതായത് ഡിസംബർ 6 മുതൽ ഡിസംബർ 22 വരെയാണ്. എക്സാമിനേഷന്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 150 മിനിറ്റ് 3 മണിക്കൂർ, നമുക്കത് അറിയാം. പരീക്ഷ നടക്കുന്നത് 2 ഷിഫ്റ്റുകളായിട്ടാണ്. ഫസ്റ്റ് ഷിഫ്റ്റ് 9 മണി മുതൽ 12 മണി വരെ, സെക്കൻഡ് ഷിഫ്റ്റ് വൈകുന്നേരം 3 മണി മുതൽ 6 മണി വരെയാണ്. അപ്പൊ നിങ്ങളുടെ സബ്ജക്റ്റിൽ ഏത് ഷിഫ്റ്റിലാണ് വരുന്നതെന്ന് പരിശോധിക്കേണ്ടതാണ്. അത് നമുക്ക് അഡ്മിറ്റ് കാർഡിനോടൊപ്പം മാത്രമേ മനസ്സിലാവുകയുള്ളൂ. അതിനു മുമ്പ് നമ്മുടെ പരീക്ഷ ഏത് ഷിഫ്റ്റിലാണെന്ന് മനസ്സിലാവില്ല. റിസൾട്ട് ജനുവരി 10 തീയതി 2024 ജനുവരി 10 തീയതി നമുക്ക് റിസൾട്ട് വരും എന്നുള്ളതും ഈ ഒരു ഇൻഫർമേഷൻ ബുള്ളറ്റിൽ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം ഈ ഒരു അപ്ലിക്കേഷനിൽ സംഭവിച്ചിരിക്കുന്നത്, അപ്ലിക്കേഷൻ അയക്കാനുള്ള ഒഫീഷ്യൽ വെബ്സൈറ്റ് നിലവിലുള്ള വെബ്സൈറ്റ് അല്ല. അപ്പം അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. NDAയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ്, NDA നെറ്റിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് UGC-NET NDA.nic.in ആണെങ്കിൽ നമുക്ക് അപേക്ഷ അയക്കാനുള്ള ഒഫീഷ്യൽ വെബ്സൈറ്റിൻ്റെ അഡ്രസ്സ് UGC-NET NDA.ac.in എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ അപേക്ഷ അയക്കാനായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ആ ഒരു വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക. അപേക്ഷ അയക്കാനുള്ള വെബ്സൈറ്റിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇന്റർഫേസ് ആണ് കാണാൻ സാധിക്കുക. അവിടെ നിങ്ങൾക്ക് 3 ഓപ്ഷൻ കാണാം: പബ്ലിക് നോട്ടീസ്, ന്യൂസ് ആൻഡ് ഇവന്റ്സ്, കാൻഡിഡേറ്റ് ആക്ടിവിറ്റി. അവിടെ ക്ലിക്ക് ചെയ്ത് കാൻഡിഡേറ്റ് ആക്ടിവിറ്റി എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് നമുക്ക് അപേക്ഷ അയക്കാം. പക്ഷെ അതിന്റെ ആവശ്യമില്ല. ലേറ്റസ്റ്റ് ന്യൂസ് എന്നുള്ള ഭാഗത്ത് UGC-NET ഡിസംബർ 2023 രജിസ്ട്രേഷൻ ഓപ്പൺ, ക്ലിക്ക് ഹിയർ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പുതിയൊരു പേജ് ഓപ്പൺ ആയിട്ട് വരും. സാധാരണ രീതിയിൽ ഇതുപോലെയുള്ള ഒരു ഇന്റർഫേസ് അല്ല നമുക്ക് ലഭിക്കാറുണ്ടായിരുന്നത്. കഴിഞ്ഞ വർഷമൊക്കെ നമുക്ക് ഒഫീഷ്യൽ വെബ്സൈറ്റ് തന്നെ നേരിട്ട് ലിങ്ക് ലഭിച്ചിരുന്നത്. എന്നാൽ ഇത്തവണ വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കുക നിങ്ങൾ അപേക്ഷ അയക്കുമ്പോൾ. അവിടെ ഇടതുഭാഗത്തായിട്ട് താഴെ 3 സ്റ്റെപ്പുകൾ കൊടുത്തിട്ടുണ്ട്. അപ്ലൈ ഓൺലൈൻ രജിസ്ട്രേഷൻ, ഫിൽ ദ അപ്ലിക്കേഷൻ ഫോം, മൂന്നാമതായിട്ട് പേ ദ എക്സാമിനേഷൻ ഫീ. ഈ 3 ഘട്ടങ്ങളിലായിട്ടാണ് നമ്മൾ അപേക്ഷ അയക്കേണ്ടത്. അതിന് താഴെ നിങ്ങൾക്ക് ന്യൂ കാൻഡിഡേറ്റ്സ് രജിസ്റ്റർ ഹിയർ എന്ന് കാണുവാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്യാം. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു പുതിയ പേജ് ഓപ്പൺ ആയിട്ട് വരും. ആ പേജിൽ കൊടുത്തിരിക്കുന്ന കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് നിങ്ങൾ വായിച്ച് മനസ്സിലാക്കുക. അതിനുശേഷം ആ പേജിന്റെ താഴെ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഈ കാര്യങ്ങളൊക്കെ തന്നെ ഞാൻ മനസ്സിലാക്കി എന്ന് പറഞ്ഞുകൊണ്ട് നമുക്കൊരു ഡിക്ലറേഷൻ കാണാൻ സാധിക്കും. അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. പ്രൊസീഡ് എന്നുള്ള ഭാഗത്ത് വീണ്ടും ക്ലിക്ക് ചെയ്യാം.
അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ അപേക്ഷ അയക്കാനുള്ള വിൻഡോ ഓപ്പൺ ആയിട്ട് വരും. അവിടെ നിങ്ങളുടെ പേര് കൊടുക്കുക, മദേഴ്സ് നെയിം, ഡേറ്റ് ഓഫ് ബർത്ത്, ഇമെയിൽ അഡ്രസ്. ഇമെയിൽ അഡ്രസ് കൊടുക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം, വളരെ കൃത്യമായിട്ട് കൊടുക്കുക, തെറ്റിപ്പോകരുത്. അത് കൺഫേം ഇമെയിൽ അഡ്രസ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് വരുന്ന അപ്ഡേറ്റുകളെല്ലാം തന്നെ ഇമെയിൽ അഡ്രസ്സിലാണ് വരാറുള്ളത്. ഇമെയിൽ അഡ്രസ് ആൻഡ് ഫോൺ നമ്പർ കൊടുക്കുന്ന സമയത്ത് വളരെ വളരെ ശ്രദ്ധിക്കണം. കാരണം നമുക്ക് ഭാവിയിൽ വരാനുള്ള എല്ലാ അപ്ഡേറ്റുകളും ഈ രണ്ട്, ഒന്ന് ഇമെയിൽ അഡ്രസ്സിലേക്കും മൊബൈൽ നമ്പറിലേക്കുമാണ് നമുക്ക് വരാനുള്ളത്. ഏതെങ്കിലും രീതിയിൽ നമ്മുടെ എന്തെങ്കിലും കാര്യങ്ങൾ മറന്നുപോയാലൊക്കെ തന്നെ നമുക്ക് അപ്ഡേറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ മൊബൈൽ നമ്പറും ഇമെയിൽ അഡ്രസ്സാണ്. താഴെ ഭാഗത്ത് നിങ്ങളുടെ വീട്ടുപേര്, നിങ്ങളുടെ ലൊക്കാലിറ്റി, ഏത് കൺട്രിയാണ്, ഏത് സ്റ്റേറ്റ് ആണ്, ഡിസ്ട്രിക്ട് കൊടുക്കുക, പിൻകോഡ് കൊടുക്കുക. ഓക്കെ, അത് കൊടുത്തു കഴിഞ്ഞാൽ സെയിം അഡ്രസ് ആണെങ്കിൽ ആ ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ മുകളിൽ കൊടുത്തിരിക്കുന്ന കാര്യങ്ങൾ താഴത്തേക്ക് വരും. അത്രയും കാര്യങ്ങളാണ്. പിന്നെ നിങ്ങൾക്ക് ഇവിടെ ഒരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യാം. പാസ്വേഡ് എന്ന് പറയുന്നത് 8 മുതൽ 13 വരെയുള്ള ക്യാരക്ടർ വേണം. അതിലൊരു നമ്പർ ഉണ്ടായിരിക്കണം, ഒരു അപ്പർ ക്യാരക്ടർ ഉണ്ടായിരിക്കണം, ഒരു സ്പെഷ്യൽ ക്യാരക്ടർ ഉണ്ടായിരിക്കണം. അതായത് അറ്റ്, ആഷ് അതുപോലെയുള്ള സ്പെഷ്യൽ ക്യാരക്ടർ. പാസ്വേഡ് കൺഫേം ചെയ്യുക. ഇവിടെ ഒരു സെക്യൂരിറ്റി ക്വസ്റ്റ്യൻ വരുന്നുണ്ട്, അത് കൊടുക്കുക. അതിൽ നിങ്ങൾ ആൻസർ കൊടുക്കുക. അതിനുശേഷം ഇവിടെ ഒരു സെക്യൂരിറ്റി പിൻ വരുന്നുണ്ട്, അതിവിടെ എടുത്ത് കൊടുക്കുക. അതിനുശേഷം സബ്മിറ്റ് കൊടുക്കുക. ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ കണ്ടിരിക്കുന്ന 3 ഭാഗങ്ങളായിട്ട് കൊടുക്കാനുള്ള ഇതിൽ ഒന്നാമത്തെ കാര്യം നമ്മൾ പൂർത്തിയാക്കും, അപ്ലൈ ഓൺലൈൻ രജിസ്ട്രേഷൻ എന്നുള്ള ഭാഗം. അതിനുശേഷം നിങ്ങൾ അപ്ലിക്കേഷൻ ഫോമാണ് ഫില്ല് ചെയ്യേണ്ടത്. അപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യുന്ന സമയത്ത് അവിടെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് നിങ്ങൾ ഫില്ല് ചെയ്ത് കൊടുക്കേണ്ടതാണ്. അതിനുശേഷം നമ്മുടെ ആധാർ കാർഡ് വെരിഫൈ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ആധാർ കാർഡിന് നമ്പർ കൊടുക്കുക. ആധാർ കാർഡ് നമുക്ക് OTP വരും. ആധാർ കാർഡുമായി ലിങ്ക് ചെയ്ത ഫോൺ നമ്പർ ആണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ആധാർ വെരിഫൈഡ് ആയിട്ട് കിട്ടും. അതിനുശേഷം നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ അപേക്ഷയിൽ നിങ്ങൾ JRF-നും കൂടെ അപേക്ഷിക്കുന്നുണ്ടെങ്കിൽ അസിസ്റ്റന്റ് പ്രൊഫസർ ആൻഡ് JRF എന്നുള്ളത് കൃത്യമായിട്ട് സെലക്ട് ചെയ്യാൻ ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി അസിസ്റ്റന്റ് പ്രൊഫസർ മാത്രമാണ് അപേക്ഷിക്കുന്നതെങ്കിൽ അത് സെലക്ട് ചെയ്യുക. JRF-ന് ഏജ് ലിമിറ്റ് ഉണ്ട്. ഇനി JRF-ന്റെ കാര്യം പരിശോധിക്കുകയാണെങ്കിൽ 30 വയസ്സാണ് JRF-ന്റെ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത്. ജനറൽ കാറ്റഗറി 30 വയസ്സാണ്. അതിൽ 5 വർഷം OBC, NCL, SC/ST, PWD, തേർഡ് ജനറൽ, അതുപോലെ തന്നെ വുമൻ കാൻഡിഡേറ്റ്സ്, അതായത് വുമൺ അപ്ലിക്കൻസിന് 5 വർഷത്തെ ഇളവ് ലഭിക്കുന്നുണ്ട്. അത് ഏത് കാറ്റഗറി ആയാലും. ഓക്കെ, അതിന് പുറമെ OBC, NCL, SC/ST, PWD, തേർഡ് ജനറൽ ഇവർക്കും 5 വർഷത്തെ ഇളവ് ലഭിക്കുന്നുണ്ട്. അപ്പോൾ OBC, NCL, SC/ST, PWD, തേർഡ് ജനറലൊക്കെ, അതുപോലെ വുമൻ കാൻഡിഡേറ്റ്സിനും JRF-ന്റെ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 35 വയസ്സാണ്. ഇത് പലർക്കും വരുന്ന ഡൗട്ടാണ്. ഓക്കെ, ആ കാര്യം നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഇനി നിങ്ങൾ അപേക്ഷിക്കുന്ന സമയത്ത് അസിസ്റ്റന്റ് പ്രൊഫസർ ആൻഡ് JRF എന്നുള്ള ഭാഗത്ത് നിങ്ങൾ 35 വയസ്സിൽ താഴെയാണ് നിങ്ങളുടെ പ്രായമെങ്കിൽ അതിന്റെ ഡേറ്റ് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇൻഫർമേഷൻ ബുള്ളറ്റിൻ നോക്കുക, കൂടുതൽ വരും. നമുക്ക് ഒത്തിരി വിവരങ്ങൾ ഇതിൽ നൽകിയിട്ടുണ്ട്, എല്ലാം കൂടെ നമുക്കൊരു വീഡിയോയിൽ പറയാൻ സാധിക്കില്ല. അങ്ങനെയാണെങ്കിൽ 35 വയസ്സിൽ താഴെയാണെങ്കിൽ നിങ്ങൾ അത് 2 കൂടെ സെലക്ട് ചെയ്യേണ്ടതാണ്, മറന്നു പോകരുത്. അതിന് മുകളിലാണെങ്കിൽ നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത് അസിസ്റ്റന്റ് പ്രൊഫസർ മാത്രമാണ്, അല്ലെങ്കിൽ അസിസ്റ്റന്റ് പ്രൊഫസർ മാത്രമാണ് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ സാധിക്കുക എന്നുള്ളത് മനസ്സിലാക്കുക. അതിനുശേഷം നമ്മൾ അപ്പിയറിംഗ് ആണെങ്കിൽ അപ്പിയറിംഗ് കൊടുക്കുക. അതല്ല നമ്മൾ PG പാസ്ഡ് ആണെങ്കിൽ ആ കാര്യവും കൃത്യമായിട്ട് കൊടുക്കുക. നിങ്ങളുടെ മാർക്ക് കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങൾ ഏത് വർഷമാണ് പാസ്സായിരിക്കുന്നത് ആ കാര്യങ്ങളൊക്കെ തന്നെ കൊടുത്ത് സബ്മിറ്റ് കൊടുക്കുക. കൃത്യമായി കാര്യങ്ങൾ വായിച്ച് മനസ്സിലാക്കുക. അതിനുശേഷം നിങ്ങളോട് കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. നിങ്ങൾ PhD പെർസ്യൂയിങ് ആണെങ്കിൽ ആ കാര്യം കൃത്യമായിട്ട് കൊടുക്കുക. കാരണം നമുക്ക് NF OBC, NF SC പോലുള്ള ഫെലോഷിപ്പുകളൊക്കെ ലഭിക്കണമെങ്കിൽ PhD പെർസ്യൂയിങ് ചെയ്യുന്ന ആളാണെങ്കിൽ ആ കാര്യം കൃത്യമായിട്ട് നിങ്ങൾ കൊടുക്കേണ്ടതാണ്. അതിന്റെ ഡീറ്റെയിൽസ് അവർ ചോദിക്കുന്നുണ്ട്. ഇനി അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ കൊടുക്കേണ്ടതില്ല. പിന്നെ ഫോട്ടോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് വളരെ ശ്രദ്ധിക്കണം. 80% മുഖം കാണുന്ന രീതിയിലായിരിക്കണം. അതുപോലെ ചെവി വിസിബിൾ ആയിരിക്കണം. അതിന്റെ സൈസ് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ആ കാര്യം നമുക്ക് ഇൻഫർമേഷൻ ബുള്ളറ്റിൽ പരിശോധിക്കുമ്പോൾ പറയാം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, എക്സാം സെന്റർ സെലക്ട് ചെയ്യുന്ന സമയത്ത് കൃത്യമായിട്ട് തന്നെ സെലക്ട് ചെയ്യുക. നിങ്ങൾക്ക് കേരളത്തിലെ 4 ജില്ലകൾ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അവിടെ തന്നെ ലഭിക്കണം എന്നൊന്നുമില്ല, പക്ഷെ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. മാക്സിമം നിങ്ങൾ കൊടുത്തിരിക്കുന്ന സ്ഥലങ്ങളിൽ തന്നെ
നിങ്ങൾക്ക് പരീക്ഷ എഴുതാനുള്ള സൗകര്യം ലഭിക്കും. ഇതൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഫീസ് അടക്കാനുള്ള പേജ് ലഭിക്കും. അതായത് നമ്മുടെ മൂന്നാമത്തെ ഘട്ടം എക്സാമിനേഷൻ ഫീ അടക്കാനുള്ള പേജിലേക്ക് വരും. അവിടെ നമുക്ക് ജനറൽ കാറ്റഗറി ആണെങ്കിൽ 1150, അതുപോലെ തന്നെ OBC ആണെങ്കിൽ 600 രൂപയും, SC/ST തേർഡ് ജെൻഡർ ഒക്കെ ആണെങ്കിൽ 325 രൂപ അടച്ചുകൊണ്ട് നിങ്ങൾക്ക് അപ്ലിക്കേഷൻ പൂർത്തിയാക്കാം. അപ്ലിക്കേഷൻ പൂർത്തിയാക്കുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം, അപ്ലിക്കേഷന്റെ കൺഫർമേഷൻ പേജ് ഡൗൺലോഡ് ചെയ്ത് നിങ്ങളുടെ കയ്യിൽ വെക്കുക. കൃത്യമായിട്ട് അത് സേവ് ചെയ്ത് വെക്കുക, പ്രിന്റ് എടുത്ത് വെക്കുക. ഈ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. ഇത്രയും കാര്യങ്ങളാണ് അപേക്ഷയുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഇനി അപേക്ഷ അയക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് എന്നുള്ളത് നമുക്ക് ഇൻഫർമേഷൻ ബുള്ളറ്റിൻ നോക്കാം. ആ കാര്യം കൂടെ നോക്കിക്കൊണ്ട് നമുക്ക് ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കാം. ഇനി ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് നമ്മുടെ വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് ബന്ധപ്പെടാം. ഏത് രീതിയിലുള്ള സഹായത്തിനും നമ്മളെ ബന്ധപ്പെടാം. ഫോട്ടോ അപ്ലോഡ് ചെയ്യുന്നതിലോ അല്ലെങ്കിൽ ഫീസ് അടക്കുന്നതിലോ എന്ത് കാര്യമായി കൊള്ളട്ടെ, നിങ്ങൾക്ക് നമ്മുടെ വാട്സപ്പിലൂടെ കോൺടാക്ട് ചെയ്യാം. അപ്ലിക്കേഷനുമായി ബന്ധപ്പെട്ട് എന്ത് പ്രോബ്ലംസ് ഉണ്ടായി കഴിഞ്ഞാലും നമുക്കത് പരിഹരിച്ച് അപ്ലിക്കേഷൻ പൂർത്തിയാക്കാവുന്നതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നൽകുന്ന വിവരങ്ങൾ തെറ്റാതിരിക്കാൻ മാക്സിമം ശ്രദ്ധിക്കുക. നമുക്ക് പല കാര്യങ്ങളും തിരുത്താൻ സാധിക്കില്ല എന്നുള്ളതും നിങ്ങൾ അറിഞ്ഞിരിക്കുക. ഇനി നമ്മൾ ഇൻഫർമേഷൻ ബുള്ളറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ, ഇൻഫർമേഷൻ ബുള്ളറ്റിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ആ കാര്യങ്ങൾ കൃത്യമായിട്ട് വായിച്ച് മനസ്സിലാക്കുക. എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് അതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ അപേക്ഷ അയക്കുന്ന സമയത്ത് പലരും പറയുന്ന ഒരു കാര്യമാണ്, നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് വേണോ അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങളൊക്കെ തന്നെ അപ്ലോഡ് ചെയ്യേണ്ടതുണ്ടോ എന്നുള്ളത്. എന്നാൽ നമ്മൾ ഒരു കാര്യവും അപ്ലിക്കേഷൻ അയക്കുന്ന സമയത്ത് അപ്ലോഡ് ചെയ്യേണ്ടതില്ല. എന്നാൽ നമ്മുടെ കയ്യിൽ ഇതൊക്കെ ഉണ്ടായിരിക്കണം. OBC നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് നമുക്ക് താലൂക്ക് ഓഫീസിൽ നിന്നാണ് വാങ്ങേണ്ടത്. അതുപോലെ തന്നെ EWS സർട്ടിഫിക്കറ്റും സെൻട്രൽ ലിസ്റ്റ് പ്രകാരമുള്ളത് നമുക്ക് താലൂക്കിൽ നിന്നാണ് വാങ്ങേണ്ടത്. ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക. ഫോട്ടോഗ്രാഫ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് കൃത്യമായിട്ട് അതിന്റെ സൈസ് നിങ്ങൾ മനസ്സിലാക്കി അപ്ലോഡ് ചെയ്യുക. അതിന്റെ കാര്യം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. പിന്നെ എലിജിബിലിറ്റി എന്ന് പറയുന്നത് ജനറൽ കാറ്റഗറി 55% മാർക്കും OBC NCL 50% മാർക്കുമാണ് എലിജിബിലിറ്റി ആയിട്ട് പറയുന്നത്. പിന്നെ നമുക്ക് ഫസ്റ്റ് ഇയർ പഠിക്കുന്ന സമയത്തെ അപേക്ഷിച്ച് തുടങ്ങാവുന്നതാണ്. അത് പലർക്കുള്ള ഡൗട്ടാണ്. നമുക്ക് അപേക്ഷിച്ച് തുടങ്ങാം, അതിന് യാതൊരു നിയന്ത്രണവും ഇല്ല. പക്ഷേ നമ്മൾ 2 വർഷത്തിനുള്ളിൽ, അതായത് നെറ്റ് നേടിക്കഴിഞ്ഞ് 2 വർഷത്തിനുള്ളിൽ തന്നെ നമ്മൾ നമ്മുടെ PG ഈ ഒരു പറഞ്ഞിരിക്കുന്ന, അതായത് ജനറൽ കാറ്റഗറി ആണെങ്കിൽ 50% മാർക്ക്, OBC ആണെങ്കിൽ 50% മാർക്കോടുകൂടി നമ്മുടെ PG കംപ്ലീറ്റ് ചെയ്തിരിക്കണം എന്നുള്ളത് നിങ്ങൾ ഓർത്ത് വെക്കുക. ഇത്രയും കാര്യങ്ങളാണ് അപേക്ഷയുമായി ബന്ധപ്പെട്ട് പ്രാഥമികപരമായിട്ട് നമുക്ക് അറിയാനുള്ളത്. ഇതിൽ പ്രധാനമായിട്ട് വന്നിരിക്കുന്ന മാറ്റങ്ങൾ, നമ്മൾ അപേക്ഷിക്കാനുള്ള ഒഫീഷ്യൽ വെബ്സൈറ്റ്, അതിന്റെ അഡ്രസ്സിൽ മാറ്റം വന്നിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അവിടെ നിങ്ങൾക്ക് എങ്ങനെ അപേക്ഷിക്കാം എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അതിൽ വലിയ കാര്യങ്ങളൊന്നും അറിയാനില്ല, കാരണം വളരെ ചെറിയ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. നമുക്ക് കൃത്യമായിട്ട് ഫില്ല് ചെയ്ത് പോകാൻ പറ്റുന്ന കാര്യങ്ങളാണ്. നമ്മളുടെ അപ്ലിക്കേഷൻ ഫോം, നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ്, ആധാർ വെരിഫിക്കേഷൻ, അതുപോലെ തന്നെ അപ്പോൾ ഓവറോൾ നമ്മൾ അറിയാനുള്ള, ഒരു അപ്ലിക്കേഷൻ ഫില്ല് ചെയ്യുന്ന സമയത്ത് നമ്മൾ അറിയാനുള്ള കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഇനിയും നിങ്ങൾക്ക് കൂടുതലായിട്ട് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്, അതിൽ കോൺടാക്ട് ചെയ്യാം. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് അറിയാനുള്ളത്. വളരെ കൃത്യമായിട്ട് അപ്ലിക്കേഷൻ ഫില്ല് ചെയ്ത് അയക്കുക. നമുക്ക് ചില സമയം നാളെ അപേക്ഷ അയക്കുന്ന സമയത്ത് സെർവർ ബിസി ആണെങ്കിൽ എല്ലാവരും കൂടെ അപേക്ഷ അയക്കും. അപ്ലിക്കേഷൻ വന്ന ആ ഡേറ്റിൽ തന്നെ സെർവർ ബിസി ആണെങ്കിൽ നമ്മൾ വെയിറ്റ് ചെയ്യുക. 1 മാസം നമുക്ക് അപേക്ഷ അയക്കാനുള്ള സമയമുണ്ട്. ആ കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. അപ്പൊ കൃത്യമായിട്ട് പഠനം മുന്നോട്ടേക്ക് കൊണ്ടുപോവുക. അപ്ലിക്കേഷനുമായി ബന്ധപ്പെട്ട് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് കമന്റ് ചെയ്യാം. ഞങ്ങളുടെ സഹായം ആവശ്യമാണെങ്കിൽ ആ കാര്യം നിങ്ങൾക്ക് വാട്സപ്പിലൂടെ നമ്മളെ അറിയിക്കാവുന്നതാണ്. ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പറയാനുള്ളത്. അപ്പൊ നമ്മുടെ അപ്ലിക്കേഷന്റെ ഡേറ്റ് വന്നു, ഇൻഫർമേഷൻ ബുള്ളറ്റിൻ വന്നു, അപേക്ഷ അയക്കാനുള്ള വെബ്സൈറ്റ് പുതിയതാണ്. ഈ കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഇത്തരം കാര്യങ്ങൾ വളരെ വേഗത്തിൽ നിങ്ങൾക്ക് ലഭിക്കാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ എനാബിൾ ചെയ്തിടുക. തുടർന്ന് വരുന്ന കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് അപ്ഡേറ്റ് ചെയ്യാം. ഇതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള മറ്റൊരു വിഷയവുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. കീപ് സ്റ്റഡിയിങ്. സ്റ്റേ സേഫ്.